എന്താ പറ്റിയെന്ന് പറ. പതുക്കെ സംസാരിക്കുക പ്രമി. മക്കളൊക്കെ കേട്ട വിഷമിക്കും. അതല്ല, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായേ? അതിനെപ്പറ്റി ചോദിക്കുമ്പോ മക്കളൊക്കെ കേൾക്കുന്നാണോ പറയുന്നേ? അങ്ങനെയല്ല പ്രമി, അവര് കേൾക്കേണ്ടത് മാത്രം കേട്ടാ മതി. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കേ. അവര് കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. അതിനിപ്പോ എന്താ പ്രശ്നം? അവര് നിങ്ങളെ ദൈവമായിട്ടാ കാണുന്നത്. പക്ഷെ നിങ്ങളൊരു മനുഷ്യനല്ലേ. നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുമെന്ന് അവർക്കും അറിയാലോ. ഇപ്പൊ നിങ്ങൾ ഈ കരയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാ ഒന്ന് പറയേ. ഇന്ന് നടന്നതൊക്കെ ആലോചിച്ചപ്പോ കണ്ണു നിറഞ്ഞതാ പ്രമി. ഇത് ദുഃഖം കൊണ്ടുണ്ടായതല്ല, ടെൻഷൻ കൊണ്ടുണ്ടായതല്ല. പിന്നെന്താ കാര്യം? ഈ പ്രായത്തിൽ എനിക്കൊരു ക്യാൻറ്റീൻ തുറക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പ്രമി. അതുമാത്രമല്ല, എന്റെ ഇത്രയും കാലത്തെ ആഗ്രഹം എന്റെ മക്കളെ നടത്തി തന്നപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. അയ്യോ എന്റെ ദൈവമേ, ഇതിനു വേണ്ടിയാണോ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത്? എന്നെ നിങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞു. ഞാൻ എന്തു പറഞ്ഞാലും കരയൊന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളല്ലേ നിങ്ങള്. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? പ്രായം കൊണ്ട് കുട്ടികളാണെങ്കിലും അവർക്ക് എത്ര പക്വതയാണെന്ന് നോക്ക്. നമുക്ക് 4 പെൺകുട്ടികളായപ്പോ എല്ലാരും പറയായിരുന്നു അങ്ങേർക്ക് 4 കുട്ടികളാണെന്ന്. അത് 4 പെൺകുട്ടികൾ, കിട്ടുന്ന ശമ്പളവും കുറവാ, മുന്നോട്ടെങ്ങനെ ജീവിക്കുമെന്നൊക്കെ. ഇതിനിടയിൽ ഈ 4 കുട്ടികളെ എങ്ങനെ കല്യാണം കഴിപ്പിച്ചയക്കുമെന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ നോക്ക്. ആൺകുട്ടികളും പെൺകുട്ടികളെന്നുള്ള ഒരു വ്യത്യാസവും ഇല്ല. നമ്മള് വളർത്തിയ സംസ്കാരമാണത്. അവര് വളർന്ന രീതിയാണ് അവരുടെ ജീവിതം. അച്ഛനമ്മമാരോടുള്ള കടമയാണ് അവര് ചെയ്തത്. അത് അവരുടെ അവകാശമാണെന്ന് നിങ്ങൾ തന്നെ അവരോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ തന്നെയല്ലേ അവരിങ്ങനെയൊക്കെ വളർത്തിയേ? കുട്ടികൾ നല്ലത് എന്തെങ്കിലും ചെയ്താൽ ഞാൻ വളർത്തിയിട്ടാണെന്ന് പറയും. അതേ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇതൊക്കെ ആര് പഠിപ്പിച്ചാണെന്ന് ചോദിച്ച് കരയുകയും ചെയ്യും. മക്കളെ വളർത്തിയത് ഞാനല്ല പ്രമി, നീയാ. ഞാൻ രാവിലെ പോയാ രാത്രിയാവില്ല വീട്ടിലേക്ക് വരാൻ. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അച്ഛൻ അവരുടെ സൂപ്പർ ഹീറോ ആയിരിക്കുന്നത് അത്ഭുതമൊന്നുമല്ല. കുട്ടികളുടെ ശരിയും തെറ്റും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അമ്മയാണ്. മക്കൾ നല്ലത് ചെയ്യുന്നത് അമ്മയുടെ ഗുണം കൊണ്ടാ. നമ്മുടെ മക്കൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയധികമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ നീ വളർത്തിയത് കൊണ്ട് മാത്രമാണ് പ്രമി. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കേ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാ. നല്ലത് എന്തെങ്കിലും നടന്നാൽ നിങ്ങൾ എന്റെ തലയിൽ കൊണ്ടുവെക്കും. ചീത്ത എന്തെങ്കിലും നടന്നാൽ അത് നിങ്ങളുടെ തലയിലും വെക്കും. രാവിലെ തൊട്ട് രാത്രി വരെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ പോലും രാത്രി അച്ഛൻ വരുന്നതും നോക്കി എല്ലാം അച്ഛനോടല്ലേ പറയാറ്. അതെല്ലാം അച്ഛൻ പഠിപ്പിച്ച ഗുണം കൊണ്ട് തന്നെയല്ലേ. പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും അത് നല്ല രീതി പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് അവരെ പഠിപ്പിച്ചത് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവരെ പഠിപ്പിച്ചു. സത്യത്തിൽ ജീവിതം എന്തായിരിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ ജീവിതത്തിൽ അവരെ എല്ലാം അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആയത്. ഏത് ജന്മത്തെ ഭാഗ്യമെന്ന് അറിയില്ല പ്രമി. ഈ ജന്മത്തിൽ എനിക്ക് ഇത്രയും നല്ല മക്കളെ കിട്ടിയല്ലോ. ഇത്രയും നല്ല മക്കളെ കിട്ടാൻ, ഇത്രയും നല്ല ബന്ധുക്കളെ കിട്ടാൻ, എല്ലാത്തിനും ഉപരിയായി നിന്നെ പോലെ നല്ലൊരു ഭാര്യയെ കിട്ടാൻ. ഇതെന്താ പതിവില്ലാതെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത്? ഇന്ന് ഓഫീസിൽ പോയില്ലല്ലോ, സോ അതുകൊണ്ട് വർക്കെല്ലാം പെൻഡിങ് ആയിപ്പോയി. ഇതെന്താ ഫയൽസ് ഒക്കെ എങ്ങനെ ഇട്ടിരിക്കുന്നേ? എന്താ വല്ല ടെൻഷനോ മറ്റോ ഉണ്ടോ? അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാണ്. ഇതെന്റെ ജോലിയൊന്നുമല്ല, അക്കൗണ്ട് മാനേജർ ചെയ്യേണ്ട ജോലിയാ. പക്ഷെ അങ്ങേരാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തേക്കാം. മാത്രമല്ല ഓഫീസിലാണെങ്കിൽ റെക്കോർഡ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എന്തൊക്കെ പ്രശ്നമുള്ള പോലെ തോന്നി. അതുകൊണ്ട് ഞാനിന്ന് അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിരുന്ന. ആദ്യ ഓർഗാനിക്സും വേദാന്ത് വെഞ്ചേഴ്സും ഒക്കെ പാർട്ട്നേഴ്സ് ആണല്ലോ. രണ്ടിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ ഞാനാ നോക്കണ്ടേ. എന്റെ ഡൗട്ട് ശരിയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറിയാ നടന്നിട്ടുള്ളേ. അങ്ങനെയാണോ വിക്കി? ചേട്ടനോട് പറയുന്നില്ലേ? ഇത് ചേട്ടനും കൂടി അറിയേണ്ട കാര്യമല്ലേ? വേണ്ട വേണ്ട, വെറുതെ ചേട്ടനെ ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം എന്താ? ഇത് ഞാൻ നോക്കിക്കോളാം. ഇതെന്താ? എന്താ പറ്റിയത്?
ഒരൊറ്റ ട്രാൻസാക്ഷനിൽ 5 ലക്ഷം മിസ്സായത്. പക്ഷെ ഇതിൽ കാണിക്കുന്നത് അച്ഛൻ ഈ ക്യാഷൊക്കെ വിഡ്രോ ചെയ്യുന്നതാണല്ലോ. അമ്മാവനെടുത്തെന്നോ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. നമ്മുടെ കമ്പനിയിൽ ചേട്ടന് പെർമിഷൻ ഇല്ലാതെ 1 രൂപ പോലും എടുക്കാൻ പറ്റില്ല. അമ്മാവൻ ചേട്ടനോട് ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോ എടുത്തത്. അല്ലല്ല, അച്ഛൻ ചേട്ടനോട് ഒരിക്കലും ചോദിക്കില്ല. അതൊക്കെ എങ്ങനെ അറിയാം? ആർക്കറിയാം? ഇതുപോലൊരു ട്രാൻസാക്ഷൻ നടന്ന കാര്യം ചേട്ടനോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് അച്ഛനായിരുന്നു ചോദിച്ചെന്നുള്ള കാര്യം ചേട്ടനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ? എന്തോ ഒരു പ്രശ്നമില്ലേ? നീ എന്തൊന്നും പറയാതിരിക്കുന്നേ? ആരതി, ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ. എന്താ പറ്റിയേ? അത് പിന്നെ സാരമില്ല, എന്താന്ന് വെച്ചാ പറ. വിക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ അതിനു മുന്നേ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കില്ല എന്ന്. ആരതി, നീ എന്തിനെ കുറിച്ചാ പറയുന്നേ? ഇത് നമുക്കിടയിൽ സീക്രട്ട് ആയിരിക്കും, ആരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണം. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. ശരി, ഞാൻ സത്യം ചെയ്യാം. ഇതിന്റെ പേരിൽ നമുക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവില്ല. അതെനിക്കറിയാലോ. ആ പ്രശ്നത്തിന് കാരണം ഞാനാ. നമുക്കിടയിൽ പ്രശ്നത്തിന് കാരണമായ 30 ലക്ഷം രൂപ ഞാനല്ല എടുത്തത്. ആ കാശ് ഞാൻ അമ്മാവനാ കൊടുത്തത്. നീ എന്തൊക്കെയാ പറയുന്നേ? പ്ലീസ് വിക്കി, നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാ. ആരതി, നീ പറഞ്ഞ പോലെ നീ എന്തിനാ അച്ഛന് 30 ലക്ഷം രൂപ എന്തിനാ കൊടുത്തേ? അച്ഛൻ അത് ഞങ്ങളോട് ചോദിക്കാതെ നിന്നോട് എന്തിനാ ചോദിച്ചേ? വിക്കി, ഈ കാര്യം അച്ഛനോട് ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല, ഒന്നും പറയാനും പാടില്ല. കാരണം നീ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു തന്നതാ. ശരി, ബട്ട് അച്ഛൻ നിന്നോട് എന്തിനാ പൈസ വെച്ചേ? അമ്മാവൻ ചേട്ടനോടോ വിക്കിയോടോ കാശിന്റെ കാര്യം ചോദിച്ചാ അദ്ദേഹത്തിന് അതൊരു അപമാനമായിട്ട് തോന്നും. അതുകൊണ്ടായിരിക്കും എന്റെ അടുത്ത് വന്ന് ചോദിച്ചത്. എന്തൊരു വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. എത്ര ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല വിക്കി. നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. അച്ഛന്റെ ആ ടെൻഷൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ആ പൈസ അന്ന് അച്ഛന്റെ കയ്യിൽ കൊടുത്തത്. പക്ഷെ ആ പൈസ കൊടുത്തിട്ടും അമ്മാവന്റെ പ്രശ്നം തീർന്നിട്ടില്ലായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാ പിന്നെ അമ്മാവൻ ടെൻഷനിലായിരുന്നു. ഞാൻ വാക്ക് കൊടുത്തതുകൊണ്ട് വിക്കിയോടൊന്നും പറയാതിരുന്നതാ. ശരി, ഞാൻ അച്ഛനോട് ചോദിക്കുന്നില്ല. പക്ഷേ ഈ കാശൊക്കെ എന്തിനാ വാങ്ങിച്ചതെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. ആരതി, ഐ ആം സോറി. കാരണം ഇതാണെന്നറിയാതെ ആ കാശ് നീ എന്തിനെടുത്തേന്ന് പോലും ചോദിക്കാതെ നിന്നോട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. വിക്കിയുടെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നോട് പെരുമാറുക വിക്കി. ഞാനൊരു വലിയ തെറ്റാ ചെയ്ത ആരതി. ഐ ആം റിയലി സോറി. അതൊന്നും സാരമില്ല, എല്ലാം ഇപ്പൊ പഴയതുപോലെ തന്നെ ആയില്ലേ. നിന്റെ മനസ്സ് ഒരുപാട് വലുതാരതി. ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഓൺ മൈ ലൈഫ്. സത്യം പറഞ്ഞതിന് താങ്ക് യു. രാധ, എന്താ പറ്റിയത്? വന്നതുപോലെ ഇങ്ങനെ വല്ലാതിരിക്കുകയാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്താ കാര്യം? ഇങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ മനസ്സിലാവും? നീ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു അത്ഭുതം എനിക്ക്. ഞാൻ മിണ്ടാതിരുന്ന എന്തിനാ നീ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കും. മിണ്ടിക്കൊണ്ടിരിക്കുവാന്ന് പറയും. നിങ്ങൾക്കൊന്നും വലിയ വിഷമം ഉണ്ടാകാത്ത രീതിയിൽ വിഷയം ഞാൻ എങ്ങനെ പറയുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ ഇപ്പോ എന്ത് പറയാനായിട്ടാണ് വന്നത്? ആദ്യം അത് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ആ കാര്യത്തിൽ വിഷമിക്കണോ വേണ്ടയോ എന്ന്. മണിച്ചേട്ടാ, നിങ്ങൾ ഇന്നൊരു പുതിയ ക്യാൻറ്റീൻ തുറന്നു എല്ലാവരും അറിഞ്ഞു. ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതുമാത്രമല്ല, എപ്പോഴും കാശില്ല എന്ന് പറഞ്ഞിട്ട് ക്യാൻറ്റീൻ തുറക്കാൻ എവിടുന്ന കാശ് കിട്ടിയെന്ന് ചോദിക്കാൻ വന്നതാ.
പക്ഷേ വീട്ടിൽ വരുന്നതിന് മുന്നേ മനസ്സിലായി കാശൊക്കെ എവിടുന്നാ വരുന്നേന്ന്. രാധേ, കാര്യം എന്താണെന്ന് നീ നേരിട്ട് പറഞ്ഞാ മതി, വെറുതെ ചുറ്റി വളയ്ക്കണ്ട. എന്തെങ്കിലും പുതിയ കാരണം കിട്ടി കാണും, അല്ലെങ്കിൽ ഇവിടെ വരെ വരില്ലല്ലോ. നേരിട്ട് പറയാൻ വിഷമമൊന്നുമില്ല ചേട്ടത്തി. നിങ്ങൾ മക്കളെ നന്നായിട്ടാണല്ലോ വളർത്തിയേക്കുന്നേ. നിങ്ങളപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. കാശൊക്കെ അവര് തന്നെ കൊണ്ടുവരുമല്ലോ. ആന്റി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മക്കൾ എന്ത് ചെയ്തൂന്നാ? ഡീ കൊച്ചുവായാടി, നീ മിണ്ടാതിരിക്ക. ഞാൻ പറയുന്നതേ ആരതിയുടെയും അമൂല്യയുടെയും കാര്യമാ. രാധ, നീ വെറുതെ ഒന്നും സംസാരിക്കണ്ട. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ സ്വഭാവമാണല്ലോ. പക്ഷെ അതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. വെറുതെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് തന്നെയാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങക്ക് വിഷമം ഉണ്ടാകാതെ ഈ കാര്യം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. നോക്ക് രാധേ, ദയവ് ചെയ്ത് എന്റെ മക്കളെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയരുത്. എന്റെ ആരതി എത്ര നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് അറിയോ? പിന്നെ എന്റെ അമ്മു. അത് തന്നെയാ ഞാനും പറഞ്ഞത് ഏട്ടത്തി. മൂത്തവള് ചെറിയൊരു ചെറുക്കനെ കറക്കി കല്യാണം കഴിച്ചു. ഇനി രണ്ടാമത്തവള് മൂത്തവളുടെ വീട്ടിലെ ചെറുക്കനെ തന്നെ കറക്കിയേക്കുവാണല്ലോ. നിങ്ങളുടെ രണ്ടാമത്തെ മോൾ ഒരു കേമി തന്നെയാ. ആ വേദാന്തിനെ തന്നെ മയക്കി വെച്ചേക്കുമല്ലേ. മിസ്റ്റർ വേദാന്ത് മേനോനെ, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നീ റോമിയോ ആയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമെന്ന് പോലും നീ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ലല്ലോ. നീ ഒരു ബിസിനസ്മാൻ അല്ലേ? എല്ലാ കോൺസെൻട്രേഷനും ബിസിനസ്സിലായിരുന്നില്ലേ? ഇപ്പൊ നീ വല്ലാതെ ചൈൽഡിഷ് ആയിപ്പോയി. നിന്റെ ക്യാരക്ടറെ മൊത്തം മാറിപ്പോയി. വളരെ കറക്റ്റ് ചേട്ടാ പറഞ്ഞ. എന്തു പറ്റി ഇങ്ങോട്ട് ഇറങ്ങാൻ? എപ്പോഴും റൂമിലല്ലേ? ഒന്നുമില്ല, ഇത് എന്റെ റൂമിലിരുന്ന് കഴിക്കാൻ അമ്മ സമ്മതിക്കില്ല. ഇത് നല്ലതല്ലെന്ന് പറയും. ഇവിടെ ആരും വരില്ലല്ലോ, അത് ഇങ്ങോട്ട് പോന്നെ. ആ വരവിലാണ് ചേട്ടൻ റോമിയോ മേനോനെ കുറിച്ച് സംസാരിച്ചത്. ഇത്രയും പെർഫെക്റ്റ് ടൈമില് ഇത്ര കൃത്യമായിട്ട് എൻട്രി ആവാൻ പറ്റുമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കൂ കേട്ടാ? മരം ചുറ്റി പ്രേമിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അത് കറക്റ്റ്. ചേട്ടന് കല്യാണ പ്രായമായി. ചേട്ടൻ സത്യത്തിലൊരു പെർഫെക്റ്റ് ഹസ്ബൻഡ് മെറ്റീരിയലാ. ഒന്നും മിണ്ടായിരിക്കും മോളെ. അയ്യോ, അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞത് കറക്റ്റാ. എന്തായാലും പ്രണയിച്ചു തുടങ്ങി. ഇനി കല്യാണം എപ്പോഴാ? എന്താ ചേട്ടന്റെ കല്യാണത്തെ പറ്റിയാണോ സംസാരിക്കുന്നത്? ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നു? അതെങ്ങാനും സത്യമായ നാളത്തെ ന്യൂസ് പേപ്പറിൽ അതായിരിക്കും ചൂടുള്ള വാർത്ത. സൂപ്പർ സൂപ്പർ പ്ലാൻ ആണല്ലോ. ഇനി മുതൽ ഞാൻ ഈ റൂമിലെ ലോക്ക് ചെയ്തിട്ടേ ഇരിക്കത്തുള്ളൂ.
ചേട്ടനും അനിയത്തിയും കൂടി എന്തൊക്കെയോ ഗോസിപ്പ് പറയായിരുന്നല്ലേ? അതെന്താണെന്ന് പറ. ഞാൻ എന്തോ കല്യാണക്കാരിയോ അങ്ങനെ എന്തോ കേട്ടോളൂ. അത്രയും കേട്ടിട്ടാണോ നീ ഇത്രയും വാചകം അടിച്ചത്? എഴുന്നേക്ക് മോളെ. എഴുന്നേക്ക്. നടക്ക്, രണ്ടാളും നടക്ക്. നടക്കടാ, രണ്ടു കൂടെ പുറത്തിരുന്ന് കഴിക്ക്. നടക്ക്, ഇറങ്ങിപ്പോ. ഇത്രയും നേരം അതിനകത്തിരുന്ന് റോമിയോ മേനോനെ പറ്റി സംസാരിക്കായിരുന്നു. ഇപ്പൊ കണ്ടപ്പോ നിനക്ക് ഹിറ്റ്ലർ മേനോനായിട്ട് തന്നെ തോന്നിയില്ലേ? തോന്നാൻ എന്താ, ഹിറ്റ്ലർ തന്നെയാ. അവളെന്താ ചെയ്തതെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അതും മതി. പെമ്മക്കള്, അത് 4 പെമ്മക്കളെ നല്ല രീതിയിൽ വളർത്തിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരേ ഒരു അച്ഛൻ അത് ചേട്ടനായിരിക്കും. അഞ്ജു, നീ അകത്തേക്ക് പൊയ്ക്കോണേ. അച്ഛാ, അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞത്? അവളെ എന്തിനാ ചേട്ടാ പറഞ്ഞു വിട്ടത്? നമ്മൾ എത്രയൊക്കെ മാറ്റാനും അടർത്താനും നോക്കിയാലും നിങ്ങളുടെ 4 മക്കൾക്കും ഒരേ സ്വഭാവമാണ്. തോന്നിവാസം വിളിച്ച് പറയില്ലേ രാധേ. ആരതി ആയാലും അമ്മു ആയാലും അങ്ങനെയൊന്നും അല്ല. തോന്നിവാസം വിളിച്ച് പറയാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ചേട്ടാ. ആരതിയുടെ കാര്യം വിട്ടേക്ക്, അവൾ എന്തായാലും ഒരു വലിയ വീട്ടിലേക്ക് പോയി. ഇനി അമ്മു അങ്ങനെയല്ലെന്ന് പറയാൻ നിൽക്കില്ലേ? അവൾ അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ മുറ്റത്ത്, അതും ഈ പട്ടാ പകല് വേദാന്തിന്റെ കൂടെ ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുമായിരുന്നോ? മഞ്ഞപ്പിത്തം പിടിച്ച് കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാം മഞ്ഞയായിട്ട് കാണും. നിനക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയും തന്നെയല്ലേ ഉള്ളത്. കാണുന്നതെല്ലാം തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് പറഞ്ഞു നടക്കുന്നത് നീ മാറ്റണം രാധേ. മാറേണ്ടത് ഞാനല്ല ചേട്ടാ, നിങ്ങളുടെ മക്കളാ. നിർത്ത്, നീ ഒന്ന് മതിയാക്ക. എന്തോ ഇത്ര വർഷമായിട്ട് ജീവനോടെ ഇരിപ്പുണ്ടോന്ന് അറിയുന്നതിന് വേണ്ടി വല്യച്ഛന്റെ മകളെങ്കിലും വന്നല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു. പക്ഷെ നിന്റെ ദുഷ്ടമനസ്സൊന്നും മാറിയിട്ടില്ല. ഞാൻ തെറ്റൊന്നുമല്ല ചേട്ടാ പറഞ്ഞത്, സത്യമാ. രാധേ, നീ ഇതുവരെ പറഞ്ഞത് മതി. ഇതൊക്കെ ഇനിയും കേൾക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. ഇതൊന്നും ഈ വീട്ടിൽ നടക്കില്ല. ഇതിനെക്കുറിച്ചൊക്കെ നാട്ടുകാർ പറഞ്ഞു നടക്കുമ്പോഴേ ചേട്ടന് സത്യം മനസ്സിലാവുള്ളൂ. എന്റെ ചേട്ടന്റെ മര്യാദ മോള് കാരണം നഷ്ടപ്പെടാതിരിക്കാനാ ഞാനിതൊക്കെ പറയുന്നത്. അതും മനസ്സിലാക്കിക്കൊണ്ട് മകളെ പിടിച്ചു നിർത്തി എന്താ ഏതാന്നൊക്കെ കാര്യം ചോദിക്കാതെ അവളെ നിർത്തിക്കൊണ്ട് എന്നെ അപമാനിക്കുവാണോ? കുട്ടികൾക്കേ ഒരുപാട് വാത്സല്യം കൊടുക്കാൻ പാടില്ല. ഇവർക്കൊക്കെ ഇപ്പം റോഡ് പോലും മനസ്സിലാകാതെയാ കുഞ്ചിക്കൊഴിയുന്നത്. രാധേ, ചേട്ടൻ ഈ ദേഷ്യം മൊത്തം മക്കളോട് കാണിച്ചാൽ മതി. അങ്ങനെയും അവർക്ക് ബുദ്ധി വരട്ടെ. ഇല്ലെങ്കിൽ ചേട്ടന്റെ ഈ മര്യാദയൊക്കെ ചേട്ടന്റെ മക്കള് തന്നെ ഈ റോഡിൽ വെച്ച് നശിപ്പിക്കും. ആന്റി, ഈ വീടിനെ കുറിച്ച് ഓർത്ത് ആന്റി ടെൻഷൻ അടിക്കണ്ട. ഇവിടെ നടക്കേണ്ടത് ഇവിടെ നടക്കും. സംഭവിക്കാൻ പാടില്ലാത്ത ഇവിടെ സംഭവിക്കില്ല. നിങ്ങൾ വാ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ വിധിയാ. എനിക്കെന്താ, ഞാൻ പോവാ എന്റെ വഴിക്ക്.
അച്ഛാ അത് ഞാനും വേദാന്തവും ഒന്നും വിവരിച്ച് പറയേണ്ട കാര്യമില്ല മോളെ. നിനക്കും വേദാന്തിനിടയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാവർക്കും എല്ലാം മനസ്സിലാവണമെന്നില്ല. അവരൊക്കെ പഴയ ആളുകളല്ലേ മോളെ. ഇവിടെ നടന്നൊന്നും ആലോചിച്ച് ടെൻഷനാകണ്ട.